ഭാരതീയ ശാക്തേയ പാരമ്പര്യത്തിൽ ഏറെ പ്രസിദ്ധിയുള്ള ഒരു പദ്ധതിയാണ് ദശമഹാവിദ്യ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള ദേവതകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യക്തിയെ മോക്ഷത്തിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ശക്തിയുടെ വിവിധ ഭാവങ്ങളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവ യഥാക്രമം കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ഭൈരവി, ബകളാമുഖി, ചിന്നമസ്ത, ധൂമാവതി, മാതങ്കി, കമല എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇനി കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ കാളിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതായത് ദശമഹാവിദ്യ തന്നെ മറ്റൊരു തരത്തിൽ കേരളത്തിൽ ആചരിച്ചിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. പൂർണ്ണമായിട്ടും ദശമഹാവിദ്യ അല്ലെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള പദ്ധതിക്രമങ്ങൾ കേരളത്തിലും നിലനിന്നിരുന്നു എന്ന് വേണം പറയാൻ. കേരളത്തിൻ്റെ പദ്ധതികളിലേക്ക് നോക്കുമ്പോൾ ഷോഡശിയായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ദേവത കേരളത്തിൻ്റെ ഭാവത്തിൽ അത് ഭദ്രകാളിയെ തന്നെയാണ്. അതുപോലെ തന്നെ രുധിര മഹാകാളിക്കാണ് നമ്മൾ കാളി എന്നുള്ള സങ്കല്പത്തിൽ പൂജകൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ കൊടുങ്കാളിക്ക് നമുക്ക് ബകളാമുഖിയായിട്ട് കരുതാൻ പറ്റുന്നുണ്ട്. അതുപോലെ നീലിക്കാളിയെ നമുക്ക് താരയായിട്ട് കരുതാൻ പറ്റുന്നുണ്ട്. പിന്നെ പഴയ കാലങ്ങളിലൊക്കെ തറവാടുകളിൽ വെച്ച് ആചരിച്ചിരുന്ന ഭുവനേശ്വരി സങ്കല്പത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ ദശമഹാവിദ്യയുടെ ഒരു പാരമ്പര്യം ഒരു കാലഘട്ടം മുതലേ നിലനിന്നിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള ചില സവിശേഷതകൾ തന്നെയായിട്ട് നമുക്ക് കരുതാൻ പറ്റും. അപ്പോൾ എല്ലാവരും അവരവരുടെ സത്വം തിരിച്ചറിഞ്ഞിട്ട് ആ സർവാനന്ദമയും അല്ലെങ്കിൽ സർവ്വ ആംനായങ്ങളിലും നമസ്കരിക്കപ്പെടുന്നവളുമായിട്ടുള്ള ആ ഭഗവതിയുടെ മഹാത്മ്യം മനസ്സിലാക്കി അവരവരുടെ പാരമ്പര്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ആ സർവേശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നമസ്കാരം.